ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ ഈ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ ആവേശകരമായ വരവേൽപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ അടക്കമുള്ള ഈ മധ്യ തിരുവിതാംകൂറിലെ മുഴുവൻ സീറ്റുകളിലും UDF ജയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. UDF കേരളം ഭരിക്കാൻ പോകുന്ന മുന്നണിയാണ്. ഇപ്പോൾ അധികാരത്തിൽ തുടരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സെമി ഫൈനൽ മത്സരമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് മുന്നോട്ട് പോകുന്നത്. ജനവിശ്വാസം നഷ്ടപ്പെട്ട, ജനപിന്തുണ നഷ്ടപ്പെട്ട ഈ ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലായിരുന്നു. അതിൽ നമ്മൾ ചരിത്ര വിജയം നേടിയെങ്കിൽ അടുത്ത ഏപ്രിൽ മാസം ആദ്യവാരം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ഫൈനലിൽ UDF അധികാരം പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയന്റെ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ 10 വർഷക്കാലമായി കേരളത്തെ അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും പര്യായമാക്കി മാറ്റിയ ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേയുള്ളൂ. ഈ പുതുയുഗ യാത്ര ആലപ്പുഴ ജില്ല പിന്നിട്ട് നാളെ പത്തനംതിട്ടയിലും തുടർന്ന് കൊല്ലത്തും തിരുവനന്തപുരത്തും എത്തി സമാപിക്കുമ്പോൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ, മതേതര വിശ്വാസികൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ പോകുന്നു: കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചു വരും എന്ന് വീണ്ടും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നമ്മുടെ ആരാധ്യനും പ്രിയങ്കരനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയ്ക്ക് സമാപനം കുറിക്കാൻ എത്തുമ്പോൾ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ കാവലാളായ ശ്രീ രാഹുൽ ഗാന്ധി എത്തുകയാണ്. യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ യാത്ര ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഐതിഹാസികമായ യാത്രയാണ്. ഒരുപാട് യാത്രകൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ മുൻകാലങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ യാത്രയിൽ ഉയർത്തുന്ന ജനകീയ വിഷയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ട്, ഭരണപരാജയം കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ച് എല്ലാ സമസ്ത മേഖലകളിലും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയ ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ജനങ്ങളുടെ മേൽ വരുത്തിവെച്ച അധിക ഭാരം, നികുതി ഭാരം ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇടതുപക്ഷം പരാജയപ്പെട്ടിടത്ത് UDF വിജയിക്കും. അത് തിരിച്ചു കൊണ്ടുവരും. കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള യാത്ര. ഇടതുപക്ഷ മുന്നണി 10 വർഷമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് താറുമാറാക്കിയ ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു യാത്രയാണ് ഈ പുതുയുഗ യാത്ര. അതിന്റെ നായകന് ഇത്രയും ആവേശകരമായ മണിക്കൂറുകൾ വൈകിയാണ് ഇന്നത്തെ സമാപന സ്ഥലമായ ചെങ്ങന്നൂരിലെത്തിയെങ്കിൽ പോലും വളരെ ആവേശപൂർവം നിങ്ങൾ ഈ പുതുയുഗ യാത്രയെ സ്വീകരിക്കുവാൻ, അതിന്റെ നായകനെ സ്വീകരിക്കുവാൻ ആവേശപൂർവം ഇവിടെ നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും ആ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ ശങ്കൊലി, വരാനിരിക്കുന്ന മാറ്റത്തിന്റെ കാഹളമാണ് ചെങ്ങന്നൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ചെങ്ങന്നൂർ UDFന്റെ തട്ടകമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 പ്രാവശ്യവും ഞാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചെങ്ങന്നൂരടക്കമുള്ള മണ്ഡലങ്ങളിൽ എനിക്ക് ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷെ കഴിഞ്ഞ 2-3 ടൈമായി നിയമസഭയിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു, ചെങ്ങന്നൂര് ഇത്തവണ UDF തിരിച്ചു പിടിക്കും. അത് UDFന്റെ തട്ടകമായി തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.